ഗായ്സ് എൻ്റെ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി പറയാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഗ്രൗണ്ടിൽ ഒരാൾ സിഗരറ്റ് വലിച്ചെന്ന് ഇരിക്കട്ടെ, പക്ഷെ ആ ഗ്രൗണ്ടിലുള്ള എല്ലാവരും സിഗരറ്റ് വലിക്കുക, അവിടെ കഞ്ചാവാണ്, അവിടെ പോവരുത്, അല്ലെങ്കിൽ ഒരു 10 ആണും പെണ്ണും ഒരുമിച്ച് ഇരിക്കുന്ന വെച്ചോ, നല്ല രീതിയിൽ ഫ്രണ്ട്സായിട്ടിരിക്കുന്നു വെച്ചോ. പക്ഷെ അതിൽ ഒരാൾ മോശം ചെയ്യും ഉറപ്പാണ്. പക്ഷെ ആ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയെ ഈ 10 പേർക്കും ചെയ്ത് അതൊരു പതികളവനായിരിക്കും എന്ന് പറയുന്നത്. അവിടെ ഒരാളിങ്ങനെ ചെയ്യുന്നു, അതുകൊണ്ട് ഇനിമേൽ അവനെ പറ്റത്തില്ല. അത് തെറ്റ് ചെയ്യുന്നവരെ മാത്രം ചൂണ്ടിക്കാണിക്കുക. അതിന് ഈ 10 പേരൊന്നും ചെയ്യില്ല. ഇപ്പം എല്ലാവരും നല്ലതൊന്നും അല്ല നമുക്കറിയാം. പക്ഷേ എല്ലാ മേഖലയിലും ഇപ്പം മെൻ ഓർ വുമൺ, ട്രാൻസ്ജെൻഡർ, ലെസ്, ഗേ, നല്ല ഐഡൻറ്റിറ്റി പറഞ്ഞ എത്രയോ പേരുണ്ട്. ഈ കൂട്ടത്തിലൊക്കെ മാന്യമായി ജീവിക്കുന്നവരുണ്ട്. പക്ഷെ ആ യൂണിറ്റി ഫുള്ള് കുറ്റം പറയാതെ ആ മോശം കാണിക്കുന്നവരെ മാത്രം. ഇപ്പം ഈ ഇടയ്ക്ക് ആ ന്യൂസ് കണ്ട ട്രാൻസ്ജെൻഡർ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്നു, അവരെ നല്ല രീതി അവരുടെ ഐഡൻറ്റിറ്റി ഇപ്പോൾ പുറത്ത് പറഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കുന്നു എത്രയോ പേരുണ്ട്. പക്ഷെ ആ ഐഡൻറ്റിറ്റിയെ ഫുള്ളായിട്ട് ഒരാൾ തെറ്റ് ചെയ്തു എന്നും പറഞ്ഞ ആ ഐഡൻറ്റിറ്റിയെ ഫുള്ളായിട്ട് കുറ്റം പറയാതെ മാന്യമായിട്ട് ജീവിക്കുക. അപ്പം 90s ആൾക്കാർ അങ്ങനെ പലതും പറയും. പക്ഷെ നമ്മൾ മാറണം. പക്ഷെ അവർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കെല്ലാം മാന്യമായിട്ട് നമ്മൾക്ക് പറഞ്ഞ് തിരുത്താൻ പറ്റത്തില്ല. പക്ഷേ അവർ വന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കാൻ പോയിട്ട് കാര്യമില്ല. പക്ഷെ നമുക്കത് മനസ്സിലാവണം. നമ്മളതുകൊണ്ട് അതിന് ആക്ഷൻ എടുക്കുക ചെയ്യുന്നല്ല. നമ്മൾ പറഞ്ഞ് നമുക്കത് ഇഗ്നോർ ചെയ്യുക. അവർ പറയുന്നത് നമ്മൾ ഇഗ്നോർ ചെയ്യുക. അവരങ്ങനെയല്ല, അങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞ് ഇഗ്നോർ ചെയ്യാൻ ശ്രമിക്കുക. ഗായ്സ്, ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കുക. സംസാരത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഞാൻ സംസാരിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. സോ നിങ്ങൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായ കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ ചിന്തിക്കാതെ, നമ്മൾ പുതിയ തലമുറയാണ്, നമ്മൾ ആ രീതിയിൽ ചിന്തിക്കുക ഗായ്സ്. ഓക്കെ.